സ്വപ്നക്കൂട് ഭാഗം 3. വൈശാഖൻ എന്തിയെ? അച്ഛൻ വിളിച്ചതും അവൻ ഉമ്മറത്തേക്ക് വന്നു. എന്താണ് നിന്റെ അഭിപ്രായം? വൈകിട്ട് ശേഖരൻ മകനെ നോക്കി ചോദിച്ചു. എൻ്റെ അച്ഛ, എനിക്ക് ജോലിയൊന്നും ആയില്ലെന്നറിയുമ്പോൾ ആ പെണ്ണിൻ്റെ വീട്ടുകാരിത് വേണ്ടെന്ന് വയ്ക്കും. പോരാത്തേന് അവരുടെ മൂത്ത മരുമകനാണെങ്കിൽ എഞ്ചിനീയർ. വൈശാഖൻ ഉദാസീനമായി ഇത്രയും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. അത് ശരിയായിരിക്കുമെന്ന് ശേഖരന് തോന്നി. ഇനി അഥവാ അവർക്കിഷ്ടമായെന്ന് വെച്ചോ, എന്നാലോ? അതപ്പോഴല്ലേ, അന്നേരം നമുക്ക് നോക്കാം. എങ്ങനെയെങ്കിലും നടന്നാൽ മതിയെന്നായി സഹോദരിമാർ രണ്ടുപേരും. ഏട്ടൻ്റെ വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കാണുകയാണ് അവർ രണ്ടാളും. വിജി ചേച്ചി പറഞ്ഞതേ നല്ല സുന്ദരി കുട്ടിയാണെന്നാ. എങ്ങനെയെങ്കിലും ഇത് നടന്നാൽ മതിയായിരുന്നു, അല്ലേ വീണേച്ചി? അതേടി, ഞാനും അതാ ഇപ്പോൾ ഓർത്തത്. പൈസയുള്ള വീട്ടിലെ പെണ്ണാവുമ്പോൾ പത്രാസൊക്കെ ആയിരിക്കും ചേച്ചി? ഏയ്, അങ്ങനൊന്നും ഇല്ലടി. ചേച്ചിക്കറിയാവുന്ന കുട്ടിയല്ലേ. രണ്ടാളുടെ സംസാരം അങ്ങനങ്ങ് നീണ്ടുപോയി. ഈ സമയം വൈശാഖൻ ഉറക്കം പിടിച്ചു തുടങ്ങി ചെറുതായിട്ട്. ഒന്ന് മയങ്ങി വന്നതേ ഉള്ളവൻ. പെട്ടെന്ന് അവൻ്റെ ഫോൺ ശബ്ദിച്ചു. നോക്കിയപ്പോൾ ഗോപൻ കോളിംഗ്. ഹലോ അളിയ. വൈശാഖൻ ഫോണെടുത്ത് ഉറക്കച്ചെറവോടെ കാതിൽ വെച്ചു. എടാ ഞാനാ. അവർക്ക് സമ്മതമാണെടാ. നിന്നോട് വന്ന് പെണ്ണിനെ കാണാൻ പറഞ്ഞു. 10-8 പൊരുത്തമുണ്ടെന്ന് വിജി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. അവൻ കട്ടിലിൽ നിന്ന് പിടഞ്ഞെണീറ്റു. എടി, നീ എന്താ ഒന്നും അറിയാത്ത പോലെ? നമ്മുടെ കാര്യങ്ങളെല്ലാം നിനക്കറിയാവുന്നതല്ലേ. എനിക്കാണെങ്കിൽ ഒരു ജോലിയില്ല. തന്നെയല്ല, വീണയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അതൊക്കെ കഴിഞ്ഞു മതി എനിക്ക്. അവൻ്റെ ഉറക്കമെല്ലാം അപ്പോഴേക്കും പോയിരുന്നു. എല്ലാം അറിയാം. അതുകൊണ്ടല്ലേടാ ഞാൻ ആലോചിച്ചത്. ഇത് നടക്കും വൈശാഖ. വിജി വാചാലയായി. എടാ പിന്നെ, നാളെ മാടപ്പാട്ടെ കൃഷ്ണൻകോവിലിൽ ഉത്സവമാണ്. ആ പെങ്കൊച്ച് താലമെടുക്കാൻ വരുന്നുണ്ടെന്ന് അവളുടെ അമ്മ പറഞ്ഞു. നീ കൂടി വരാമോ? നീ ഒന്ന് കണ്ടു നോക്ക്, ആരും അറിയണ്ട. വിജി സഹോദരനോട് പറഞ്ഞു. നീ ഒന്നും മിണ്ടാതിരിക്കണ്ട വിജി. വൈശാഖന് ദേഷ്യം വന്നു. ഞാൻ മിണ്ടണോ വേണ്ടയോ ഇതൊന്നും നീ പറയണ്ട. ഞാൻ പറയുന്നതേ നീ തൽക്കാലം കേൾക്ക്. നാളെ കൃഷ്ണൻകോവിലിൽ വരണം. നമ്മുടെ വീട്ടിൽ ആരും അറിയണ്ട. നിനക്കിഷ്ടപ്പെട്ടാൽ മാത്രം നമുക്ക് മുന്നോട്ട് ആലോചിക്കാം. വിജി ഫോൺ വെച്ചു. അളിയനും കൂടി ഇടപെട്ടതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ കോപ്പ് എന്തേലും പറഞ്ഞ് ഒഴിവാക്കായിരുന്നു. വൈശാഖൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. എപ്പോഴോ കണ്ണുകളൊന്നും അടഞ്ഞു. കാലത്തെ മുതൽ കണ്ണാടിയുടെ മുന്നിലാണല്ലോ ഏട്ടാ. ഇനി ഇന്നാണോ പെണ്ണ് കാണൽ? ഉണ്ണിമോൾ വൈശാഖിനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. പോടി അവിടുന്ന്, നീ മേടിക്കും കേട്ടോ. അവൻ അനുജത്തിയെ കണ്ണുരുട്ടി കാണിച്ചു. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. നടക്കുവാണെങ്കിൽ ലോട്ടറി. അനൂപും വിഷ്ണുവും വൈശാഖിനെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ അവൻ ബ്ലാറ്റായിപ്പോയി. ഒടുവിൽ അവനും കൂട്ടുകാരും കൂടി അമ്പലത്തിൽ ഉത്സവത്തിന് പുറപ്പെട്ടു. അമ്പലത്തിൽ ഉത്സവത്തിന് പുറപ്പെട്ടതാണെങ്കിലും വൈശാഖിൻ്റെ മനസ്സിലെ കണക്കുകൂട്ടലൊക്കെ വേറെയാണ്. ചുമ്മാ പെണ്ണിനെ ഒന്ന് കണ്ടുകളയാം. വെറുതെ ഇരുന്ന് തന്നെ എല്ലാവരും കൂടി അങ്ങ് മൂപ്പിച്ചു. എടാ, നിനക്ക് ടെൻഷനുണ്ടോ? വിഷ്ണു പതിയെ ഒരു വശം തിരിഞ്ഞ് വൈശാഖനെ നോക്കി. നേരെ നോക്കി വണ്ടി ഓടിക്കടാ, എന്തോന്ന് ടെൻഷൻ? അവൻ വിഷ്ണുവിനോട് ദേഷ്യപ്പെട്ടു. അങ്ങനെ അവർ രണ്ടാളും കൂടി അമ്പലത്തിലെത്തി. നിറയെ ജനങ്ങളായിരുന്നു. ആനക്കൊട്ടിലും ശ്രീകോവിലിൻ്റെ മുൻപിലും എല്ലാം. എടാ, ഈ കൂട്ടത്തിൽ നിന്ന് ആ പെണ്ണിനെ എങ്ങനെ കണ്ടുപിടിക്കും? വിഷ്ണു നിരാശയോടെ വൈശാഖനെ നോക്കി. നടപടി ഉണ്ടാവില്ല, വാ പോകാം. അവൻ പിന്നെയും പറഞ്ഞു. നീ മിണ്ടാതിരിക്കാൻ നോക്ക്, ഒരു 5 മിനിറ്റ്. ഞാൻ വിജി ഒന്ന് വിളിക്കട്ടെ. അവൻ ഫോണും പിടിച്ചുകൊണ്ട് ഒരു വശത്തേക്ക് മാറി. എടാ സോറി, എനിക്ക് വരാൻ പറ്റിയില്ല. അമ്മയ്ക്ക് BP കൂടി, ഞാൻ ഹോസ്പിറ്റലിലാണ്. വിജിയുടെ ഓരോ വാചകങ്ങൾ കേട്ടതും അവൻ കലികൊണ്ട് നിൽക്കുകയാണ്. നീ എന്തു വർത്താനാണ് ഈ പറയുന്നത്? കോപ്പെടപാട് വെച്ചിട്ട് പോടി. അവൻ ദേഷ്യം കൊണ്ട് ഫോൺ കട്ടാക്കി. വിഷ്ണുവിനെ നോക്കിയപ്പോൾ അവൻ അവിടെ എങ്ങുമില്ല. വിഷ്ണുവിനെ നോക്കിക്കൊണ്ട് തിരിഞ്ഞ വൈശാഖൻ ഒരു പെൺകുട്ടിയുമായി അറിയാതെ കൂട്ടിയിടിച്ചു. കണ്ണു കണ്ടുകൂടെ തനിക്ക്? രാവിലെ ഓരോന്നൊക്കെ വന്നോളും. അവൾ അവനോട് ദേഷ്യപ്പെട്ടു. സോറി കുട്ടി, റിയലി ഐ ആം സോറി. അവൻ ആ പെൺകുട്ടിയോട് ക്ഷമ പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നു. വിഷ്ണു ഇതെവിടെ പോയി? വൈശാഖന് ദേഷ്യം കൊണ്ട് കണ്ണു ചുവന്നു. ഫോൺ വിളിച്ച് നോക്കാമെന്ന് കരുതി അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. വിജിയുടെ കുറേ മിസ്ഡ് കോള്. അവൻ അവളെ തിരിച്ചു വിളിച്ചപ്പോൾ ഫോൺ കട്ട് ചെയ്തു. വിഷ്ണു ആണെങ്കിൽ ആൽമരത്തറയിൽ ഇരിപ്പുണ്ടെന്നും വിളിച്ചു പറഞ്ഞു. വേഗം തന്നെ വൈശാഖൻ
കൊടിമരത്തിൻ്റെ ചുവട്ടിൽ പോയി ശ്രീകോവിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. ഇതുവരെ കണ്ടിട്ടില്ല പെണ്ണിനെ. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ നിന്നെയും കാണത്തില്ലല്ലോ ഭഗവാനെ. ഒരു കാര്യം ചെയ്യാം, അടുത്ത തവണ ഞാനും എൻ്റെ ഭാര്യയും കൂടി നിന്നെ കാണാൻ വരാട്ടോ. കണ്ണടച്ചുകൊണ്ടവൻ പ്രാർത്ഥിച്ചു. നേദ്യമാണ്, എല്ലാവരും പിന്നോട്ട് മാറണം. ആരോ ഒരാൾ ശ്രീകോവിലിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. പിന്നെ അങ്ങോട്ടൊരു തള്ളലായിരുന്നു. ഈ പെണ്ണുങ്ങൾക്കൊക്കെ എന്തിൻ്റെ കേടാണ്. അവന് ദേഷ്യം വന്നു. അതേ, ഇങ്ങനെ തള്ളാതെ ചേച്ചി, ഞാനിപ്പോൾ വീടില്ലായിരുന്നോ? അവനൊരു സ്ത്രീയോട് ദേഷ്യപ്പെട്ടു. പക്ഷെ എല്ലാം പെട്ടെന്നായിരുന്നു. ആരോ ശക്തമായി തള്ളിയതും വൈശാഖൻ ഒരിടത്തും പിടുത്തം കിട്ടിയില്ല. അവൻ പിറകിലേക്ക് മറിഞ്ഞു. ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാം കഴിഞ്ഞു. നേരത്തെ താൻ കയറി ഇടിച്ച പെൺകുട്ടിയും അവൻ്റെ ദേഹത്തോട്ട് വീണ് കിടക്കുന്നു. ആരൊക്കെയോ ചേർന്ന് അവളെ പിടിച്ചു മാറ്റി. ഒരു തരത്തിൽ വൈശാഖൻ എഴുന്നേറ്റു. എടോ, കുറച്ച് നേരം എത്താൻ തുടങ്ങിയിട്ട് ആ പെൺകുട്ടി അവൻ്റെ കോളർ കയറി പിടിച്ചിരിക്കുവാണ്. നീ പോടി മിണ്ടാതെ. വൈശാഖനാണെങ്കിൽ ആകെ ദേഷ്യം പിടിച്ചിരിക്കുമായിരുന്നു. പെട്ടെന്നാണ് അവളുടെ വലതുകരം അവൻ്റെ കവിളിൽ പതിഞ്ഞത്. വൈശാഖം പകച്ചുപോയി. ഇതെന്താ കുട്ടിയെ കാണിച്ചത്? പിന്നിൽ നിന്ന് ആരൊക്കെയോ ചോദിക്കുന്നുണ്ട്. ഇയാൾ കുറെ നേരമായി തുടങ്ങിയിട്ട്. ഇതൊക്കെ ഓരോരോ ഞരമ്പ് രോഗമാണ്. പെൺകുട്ടികൾക്ക് മര്യാദയ്ക്ക് വഴിയെ നടക്കാൻ പറ്റാത്തതേ ഇവനെപ്പോലുള്ള ആണുങ്ങൾ കാരണമാണ്. അവൾ എന്തൊക്കെയോ പുലമ്പുന്നുണ്ട്. വൈശാഖൻ ഒന്നും പറയാതെ വെളിയിലേക്ക് നടന്നു. അപമാന ഭാരത്താൽ അവൻ്റെ തല കുനിഞ്ഞിരുന്നു. എൻ്റെ മോളെ, ആ പയ്യൻ ഇവിടെ വന്ന് തൊഴുതു നിൽക്കുമായിരുന്നു. പിറകിൽ നിന്ന് തള്ളൽ വന്നുകൊണ്ടാണ്. ഞാനും ആ കൊച്ചിൻ്റെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ഏതോ ഒരു സ്ത്രീ നിന്ന് പറയുകയാണ്. പക്ഷെ അവൾ അതൊക്കെ പാടെ അവഗണിച്ചു. അയാൾ ആദ്യം തൻ്റെ ദേഹത്ത് വന്ന് ഇടിച്ചിട്ട് പോയതാ. എന്നിട്ടിപ്പോൾ വീണ്ടും അവൾക്ക് കലി അടങ്ങിയില്ല. വൈശാഖം വന്നപ്പോൾ വിഷ്ണു ആൽത്തറയിൽ ഇരിപ്പുണ്ട്. എടാ, നീ ഇത് എവിടായിരുന്നു? ഞാൻ എത്ര നേരം ഇവിടെ ഇരിക്കുന്നു. വിഷ്ണു അവനെ നോക്കി. പോകാം, എഴുന്നേക്ക്. അവൻ വിഷ്ണുവിൻ്റെ കയ്യിൽ പിടിച്ചു. പോകാനോ? അവളെ നീ കണ്ടോ? നിനക്കിഷ്ടപ്പെട്ടോ? വിഷ്ണു ആശ്ചര്യം പൂണ്ടു. കണ്ടില്ല, നീ വാ. വൈശാഖം മുന്നോട്ട് നടന്നു. ഒന്നും മനസ്സിലാകാതെ വിഷ്ണു പിറകെയും. ഓ, അവൾ ഏതാ ഇനം? നിനക്ക് രണ്ടെണ്ണം പൊട്ടിക്കാൻ മേലായിരുന്നോ? ഞാൻ ഇത് വല്ലതും അറിഞ്ഞോ? വിവരങ്ങൾ അറിഞ്ഞ വിഷ്ണു അവനോട് തട്ടിക്കയറി. ആ, പോട്ടടാ. ഇനി ആ മാരണത്തിനെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഒന്ന് പൊട്ടിക്കാം. വൈശാഖം വല്ലാണ്ട് വിഷമിച്ചിരിക്കുകയാണ്. ആ, വിട്ടുകള, പോട്ടടാ. അവൾ അങ്ങനെ തെറ്റിദ്ധരിച്ചതുകൊണ്ടല്ലേ. സാരില്ല, നീ വാ, നമുക്ക് പോയേക്കാം. അനൂപ് അവനെ വിളിച്ചു. ആ, അനൂപേ, ആള് വരുന്നുണ്ടല്ലോ. വിഷ്ണു ചിരിച്ചപ്പോൾ എല്ലാവരും നോക്കി. അനൂപ് സ്നേഹിക്കുന്ന പെണ്ണാണ് പ്രിയ. അവളെ കണ്ടിട്ടാണ് വിഷ്ണുവിൻ്റെ കമൻറ്റ്. എടാ വാടാ, നമുക്കിനി കട്ടറും പാകണ്ട. വിഷ്ണു വൈശാഖനും കൂടി അവിടെ നിന്നും പെട്ടെന്ന് തന്നെ തിരികെ പോന്നു. എടാ, നീ ഒന്ന് ക്ഷമിക്കടാ പ്ലീസ്. ഞാൻ വരാൻ തുടങ്ങിയപ്പോഴാണ് അമ്മയ്ക്ക് തലകറക്കം. പിന്നെ വേഗം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയടാ, അതാണ്. പ്ലീസ് നീ ഒന്ന് വാടാ. ആ കൊച്ചിനെ ഒന്ന് കണ്ടു നോക്ക്. വിജയ് എത്രയൊക്കെ പറഞ്ഞിട്ടോ അവൻ മറുപടി പറഞ്ഞില്ല. എന്തായാലും പോയി ഒന്ന് കാണാൻ മോനെ. നീ പറഞ്ഞ പോലെ ആ വീട്ടിലെ മൂത്ത പയ്യൻ എഞ്ചിനീയറായ സ്ഥിതിക്ക് ഈ വിവാഹം അവർ വേണ്ടെന്ന് വെച്ചോളും. ശേഖരൻ മകനെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അല്ലമ്മേ, എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. ഈ ഏട്ടന് കാലത്തെ ഇവിടുന്ന് പോകുന്നത് വരെ യാതൊരു പ്രോബ്ലം ഇല്ലായിരുന്നു. എന്നിട്ടിപ്പോൾ പെട്ടെന്ന് എന്താ പറ്റിയേ? വീണ സംശയദൃഷ്ടിയോടെ അവനെ നോക്കി. പോട്ടെ പോട്ടെ. നാളെ എന്തായാലും മോൻ അവിടെ വരെ ഒന്ന് പോണം കേട്ടോ. സുമിത്രയാണ് ഒടുവിൽ അവനെക്കൊണ്ട് സമ്മതിപ്പിച്ചത്. രാത്രി 8:30 ലക്ഷ്മി വിലാസം. മോള് നേരത്തെ കഴിച്ചോടി? അശോകൻ ഭാര്യയെ നോക്കി. അവൾക്ക് അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ മുതൽ വല്ലാത്ത തലവേദനയായിരുന്നു. ഈ പൊള്ളുന്ന വെയിലത്തല്ലേ ഉത്സവത്തിന് പോയത്? ശ്യാമള ചിരിച്ചു. ഈ കുട്ടിയോട് ആരാ പറഞ്ഞ വെയിലത്ത് പോവാൻ? ദീപാരാധനയ്ക്ക് പോയാൽ മതിയായിരുന്നു. ആ, അവളുടെ 1-2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അങ്ങനെ പോയതാണ്. ജാതകം ചേർന്ന സ്ഥിതിക്ക് ഇതെങ്ങനെങ്കിലും നടന്നാൽ മതിയായിരുന്നു, അല്ലേ അശോകേട്ടാ? ശ്യാമള ഊണ് വിളമ്പുകയാണ് ഭർത്താവിന്. പയ്യൻ്റെ സ്വഭാവമൊക്കെ നല്ലതാ. ഞാൻ കരയോഗത്തിൽ വിളിച്ച് അന്വേഷിച്ചു. ഒരു കുഴപ്പമില്ലാത്ത വീട്ടുകാരാണെന്ന്. നല്ല തറവാട്ടുകാരാണെന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ നമ്മുടെ ദീപമോളുടെ വീട്ടുകാരുടെ അത്രയും പണമൊന്നുമില്ല. അശോകൻ ഭാര്യയെ നോക്കി. അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ മോളുടെ ജാതകം വെച്ച്
അവൾക്ക് ചേർന്ന് ഒരെണ്ണം കിട്ടണ്ടേ? തന്നെയുമല്ല, ഈ പയ്യനാണെങ്കിൽ വിദ്യാഭ്യാസം ഉള്ളതല്ലേ? അതാണ് ഏറ്റവും വലുത്. പണത്തിൻ്റെ മൂല്യത്തേക്കാൾ മൂല്യം ഇതാണ്. ശ്യാമള വിശദീകരിച്ചു. ഇതാകുമ്പോൾ കുടുംബം നല്ലതാ. തന്നെയുമല്ല, ആ വിജിയൊക്കെ നല്ല മര്യാദയുള്ള പെൺകുട്ടിയാണ് കേട്ടോ. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് വിജിയെപ്പറ്റി. ആ അമ്മയോടൊക്കെ വിജിക്ക് എന്ത് നല്ല സ്നേഹമാണെന്നോ. അങ്ങനെയുള്ളൊരു കുടുംബത്തിലെ കുട്ടിയാവുമ്പോൾ ശ്യാമള കറികൾ ഓരോന്നായി ഭർത്താവിന് വിളമ്പി വെച്ചു. എന്തായാലും നാളെ അവർ വരട്ടെ. പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെടണം, പിന്നെ മോൾക്കും ഇഷ്ടമാവണം. എന്നിട്ട് ബാക്കി നോക്കാം, അശോകൻ പറഞ്ഞു. ലക്ഷ്മിക്കാണെങ്കിൽ സങ്കടമാ. കൊച്ചു കുട്ടിയല്ലേ അവള്. അവള് പറയുന്നത് 1-2 വർഷം കഴിയട്ടെ എന്നാ. അവൾക്ക് പഠിത്തം കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ മേടിച്ചിട്ട് മതി കല്യാണമെന്ന്. ഈ ചിങ്ങത്തിൽ നടന്നില്ലെങ്കിൽ പിന്നെ 32 കഴിയണം, അതല്ലേ? ശ്യാമള അത് പറഞ്ഞപ്പോൾ അവരുടെ കണ്ടമിടറി. നാളെ പയ്യൻ വന്ന് പോട്ടെ, എന്നിട്ടല്ലേ ബാക്കി. അയാൾ അത് തന്നെ ഒന്നുകൂടി ആവർത്തിച്ചു. തുടരും.